ഹായ് മദാൻ സ്പേസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആക്ച്വലി ദിസ് വാസ് എൻ അഡ്വഞ്ചറസ് ട്രിപ്പാണ്. ഈ 5 ഇയേഴ്സിനുള്ളിൽ ഞാൻ ആദ്യമായിട്ടാണ് നദാൻകുട്ടനെയും കൂടി ഇത്രയും ലോങ് ഡിസ്റ്റൻസ് ഒരു ട്രാവൽ ചെയ്യുന്നത്. എനിക്ക് എങ്ങനെ ഇവനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും, എങ്ങനെ വാവനെ എൻഗേജ് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഒത്തിരി ടെൻഷൻസ് ഉള്ളൊരു യാത്രയായിരുന്നു. വാട്ട് എവർ ഇറ്റ് ഈസ്, ഇത് എൻ്റെ ഒരു ആവശ്യമായതുകൊണ്ട് പിന്നെ ഫോഴ്സ്ഫുള്ളി നമ്മൾ പോകേണ്ടി വന്നതാണ്. ഞങ്ങളൊരു 10 സംതിങ്ങിന് നമ്മൾ ട്രിവാൻഡ്രം റീച്ച് ചെയ്തു. ട്രിവാൻഡ്രം PMG നഗറിലുള്ളൊരു ഹോട്ടൽ പ്രശാന്തിൽ വെച്ചിട്ട് ഗെയിം ആക്ടിവിറ്റി വർക്ക്ഷോപ്പിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. ആക്ടിവിറ്റി വർക്ക്ഷോപ്പിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്യാം. ഇന്നത്തെ ദിവസം നദാൻകുട്ടൻ എങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ ക്യാപ്ചർ ചെയ്ത മെമ്മറീസാണിത്. ഇത് എഡിറ്റ് ചെയ്യാനിരുന്നപ്പോഴാണ് ഇത്രത്തോളം നദാൻകുട്ടൻ മെച്യൂർഡായി അല്ലെങ്കിൽ സോഷ്യലൈസ്ഡ് ആയി, അവൻ വലുതായി എന്നുള്ളൊരു കറക്റ്റ് ബോധം എനിക്കുണ്ടായത്. ഈ ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എൻറ്റയർലി ഡിഫറെൻറ്റ് ഗ്രൂപ്പാണ്. എല്ലാവരും സ്ട്രേഞ്ചേഴ്സാണ്. നദാൻകുട്ടൻ അവിടെ മുൻപരിചയമുള്ള ആരുമില്ല എന്നെ ഒഴിച്ചിട്ട്. നദാൻകുട്ടൻ വളരെ ഹാപ്പി ആയിട്ട് സോഷ്യലൈസ്ഡ് ആയിട്ട് ഒരു സ്റ്റേജ് ഫിയർ ഒന്നും ഇല്ലാതെ തന്നെ നദാൻകുട്ടൻ ഗ്രൂപ്പുമായിട്ട് മിങ്കിൾ ചെയ്തു. ദിസ് വാസ് ദ ഫസ്റ്റ് ആക്ടിവിറ്റി. ഒരു ഐസ് ബ്രേക്കിംഗ് സെഷനായിരുന്നു. നമ്മുടെ പേര് പറഞ്ഞിട്ട് നമ്മളൊരു ആക്ഷനിലൂടെ നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ഐസ് ബ്രേക്കിംഗ് സെഷനായിരുന്നു. അതിൽ നദാൻകുട്ടൻ രണ്ടാമതോ മൂന്നാമതോ അവൻ്റെ പേര് പറയാൻ റെഡിയായി, വില്ലിങ് ആയി. ദാറ്റ് വാസ് ശരിക്കും സർപ്രൈസ്ഡ് ആയിരുന്നു. അതിനുശേഷം ഓരോരുത്തരോട് അവൻ ഇടപെട്ട രീതിയും ഒക്കെ എനിക്ക് വളരെ സന്തോഷമായിരുന്നു. അവിടെ എല്ലാ തരത്തിലും എല്ലാവരുമായിട്ട് ഭയങ്കര നൈസ്ലി അവൻ ബിഹേവ് ചെയ്തു. ദാറ്റ് വാസ് ദ മെയിൻ ഹൈലൈറ്റ്. ആഫ്റ്റർ ദാറ്റ് നമ്മൾ ഹയറ്റിൽ സ്റ്റേ എടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ ചെക്കിങ് ചെയ്തു. ചെക്കിങ് പ്രോസസ്സ് എല്ലാം കഴിഞ്ഞു. നമ്മൾ എനർജറ്റിക് ആയിട്ടാണ് ആ വർക്ക്ഷോപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തപ്പോൾ അതിൻ്റെ ടയർഡ്നെസ് ഒക്കെയാണ്. തിരുവനന്തപുരം ബ്ലോക്കിൽ എല്ലാവരും നമ്മുടെ റൂമിൻ്റെ ഫെസിലിറ്റീസൊക്കെ കണ്ടതാണ്. ദിസ് വാസ് ദ റൂം. ഇതാണ് വ്യൂവ്. മോർണിംഗ് വ്യൂവിന് വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. 6:30 സംതിങ്ങിന് നമ്മൾ എഴുന്നേറ്റു. ഞാൻ എൻ്റെ മീ ടൈമിന് വേണ്ടിയിട്ടാണ് ഞാൻ രാവിലെ എഴുന്നേറ്റത്. ആക്ച്വലി ഇന്നത്തെ ദിവസം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനെ കുറിച്ച് ചിന്തിക്കേണ്ട, എന്തുണ്ടാക്കുമെന്ന് ചിന്തിക്കേണ്ട, എന്താണ് കോമ്പിനേഷൻ എന്ന് ചിന്തിക്കേണ്ട. അങ്ങനെ കുറേ നേരം നദാൻകുട്ടൻ ഉറങ്ങുന്നതൊക്കെ വളരെ ഹാപ്പിലി ഞാൻ ചെയ്തതിന് ശേഷം കോഫി കുടിച്ചിരുന്നു. അതിനുശേഷം ഒരു 8:30 സംതിങ്ങിന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് റെഡിയാണെന്ന് നദാൻകുട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ടൈം ആയപ്പോഴേക്കാണ് എഴുന്നേൽക്കുകയും ചെയ്തു. നമ്മൾ ഇങ്ങനെ അനന്തത്തിലേക്ക് കുറേ നേരം നോക്കിയിരുന്നു, കുറേ ടൈം സ്പെൻഡ് ചെയ്തു. അതാണ് ഒരു ക്വാളിറ്റി ടൈം എനിക്ക് അവിടെ കിട്ടി എന്നുള്ളതാണ്. ഒന്ന് റിലാക്സാണ്. അതിനുശേഷം നമ്മൾ ഫ്രഷപ്പായി. നമ്മുടെ യുവത്വത്തെ വാർദ്ധക്യത്തിലെ ജരാനരകളൊക്കെ ബാധിച്ചത് അവിടുത്തെ കണ്ണാടിയിൽ ഞങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് കണ്ടുപിടിച്ചു. വൈറ്റ് ഹെയറൊക്കെ ഗ്രേ ഹെയർ ശരിക്കും ആയി തുടങ്ങി. അതൊക്കെ ഞങ്ങളൊന്ന് റെഡിയാക്കി വെച്ച് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന് പോയി. ആസ് യൂഷ്വൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ബേക്കഡ് ഐറ്റംസും റോസസ് ആണെന്നതാണ് കൂടുതൽ പ്രിഫർ ചെയ്യുക. അതൊക്കെ ചെയ്തു. ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ എടുത്തു. നല്ല സ്പ്രെഡ് ഉണ്ടായിരുന്നു. അന്ന് എനിക്ക് തോന്നുന്നു വീക്കെൻഡ് ആയതുകൊണ്ട് നല്ല തിരക്കും ഉണ്ടായിരുന്നു. കുഞ്ഞുങ്ങളുടെ സോഷ്യലൈസേഷൻ അവരെ എത്രത്തോളം പെർഫെക്റ്റ് ആക്കുമെന്ന്, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തിരുന്ന കാര്യങ്ങളിലേക്ക് ഒരു റിസൾട്ട് ഒരു ലൈവായിട്ട് നമുക്ക് കാണാൻ പറ്റിയൊരു ദിവസമായിരുന്നു. എന്നെ സംബന്ധിച്ച് ഈ 2 ദിവസങ്ങൾ എന്ന് പറയുന്നത്. നദാൻ വളരെ ആൾക്കാരോട് നൈസ്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ആ ക്വസ്റ്റ്യൻസ് എല്ലാം കേട്ട് നിന്നതിന് ശേഷം അവന് ഇംഗ്ലീഷിൽ അതിൽ റെസ്പോണ്ട് ചെയ്തത് വേറൊരു ഹൈലൈറ്റ് ഫാക്ടറായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. കാരണം ആഫ്റ്റർ മൈ PG ആണ് ഞാനൊന്ന് ഇംഗ്ലീഷിൽ റെസ്പോണ്ട് ചെയ്യാനും അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻസ് ലെവൽ ഒരു ഇത്തിരിയെങ്കിലും നന്നായത് ആഫ്റ്റർ ദാറ്റാണ്. അപ്പം നദാൻ ഫ്രം ദ ബിഗിനിങ് അല്ലെങ്കിൽ ഈ ടൈം തൊട്ട് അവനത് ഹാൻഡിൽ ചെയ്യുന്നു എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര സന്തോഷവും പ്രൗഡുമാണ്. കാരണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത കാര്യങ്ങൾ, അപ്പോൾ ചില നേരത്ത് ഇംഗ്ലീഷ് കാർട്ടൂൺസ് കാണിക്കുന്നതും ഇംഗ്ലീഷ് കാര്യങ്ങൾ കൂടുതൽ അവനോട് ഇംഗ്ലീഷിൽ യെസ് നോ എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് ഞാൻ ഒത്തിരി ക്രിറ്റിസിസംസ് കേട്ട ഒരാളാണ്. കുഞ്ഞെപ്പോഴും നോ എന്ന് പറഞ്ഞ് കരയുന്നു, അല്ലെങ്കിൽ യെസ് എന്ന് പറഞ്ഞ് കരയുന്നു, വേണമെന്നോ വേണ്ടാന്നോ ഒന്നും അവൻ പറയണില്ല എന്നൊക്കെ ഞാൻ കേട്ടിട്ടുള്ള ആളാണ്. അപ്പം അവൻ്റെ ആ ഗ്രോണപ്പ് ഒരു സോക്കോൾഡ് മലയാളി പാരൻസിന് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണെങ്കിൽ കൂടെ ഇപ്പോൾ അത് ഭയങ്കര പോസിറ്റീവ് റിസൾട്ട് തരുന്നുണ്ട്. നമ്മൾ കുറേ നേരം പൂൾ സൈഡിലൊക്കെ ടൈം സ്പെൻഡ് ചെയ്ത്, ആക്ച്വലി ഇതിനവിടെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിരുന്ന അവന് നന്നായിട്ട് അറിയാമായിരുന്നു. അവൻ കുറേ നേരം അവിടെ ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് ഇരുന്നു. പപ്പായെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുകയും ചെയ്തു. കാരണം അവൻ കയറി വന്നപ്പോഴേ ചോദിച്ചത്, അപ്പ ഇത് പപ്പായുടെ ഓഫീസല്ലേ എന്ന് ചോദിച്ചിട്ടാണ് വന്നത്. ഏതായാലും നമ്മൾ പിറ്റേ ദിവസം നമുക്ക് 2:45 ട്രെയിൻ ജനശതാബ്ദിക്ക് തിരിച്ചു പോകണമെന്നാണ് നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ
അവിടുന്ന് ചെക്ക് ഇൻ ചെയ്തു. നമ്മൾ 12 മണിക്ക് നിന്ന് ചെക്ക് ഇൻ ചെയ്തു. കാരണം നമ്മൾ അതിൽ കൂടുതൽ എക്സ്റ്റൻഷൻ ചോദിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പം നമ്മൾ ചെക്ക് ഔട്ട് ചെയ്തതിന് ശേഷം ലോബിയിൽ വെയിറ്റ് ചെയ്യാം എന്നാണ് ഇരുന്നത്. ലോബിയിൽ ആ 2 hours വെയിറ്റ് ചെയ്തതിന് വേറൊരു ഗുണം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടൈം നദാൻകുട്ടൻ കുറച്ച് റിലാക്സ്ഡായി. അറ്റ് ദ സെയിം ടൈം എനിക്ക് വീഡിയോസും മറ്റു കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യാൻ സാധിച്ചു. അതിനുശേഷം നമ്മൾ ഒരു ക്യാബ് ബുക്ക് ചെയ്തിട്ട് റെയിൽവേ സ്റ്റേഷനിലോട്ട് വന്നിട്ട് സ്റ്റേഷനിലോട്ട് പോകാമെന്നാണ് തീരുമാനിച്ചത്. അവിടെ നമ്മൾ ചെക്കിങ് പ്രോസസ്സ് കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞ് കറക്റ്റ് ടൈം ആയപ്പോഴാണ് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയത്. ഞാൻ പറയുന്നത് പപ്പ പോലത്തെ ഷർട്ട്, പപ്പ പോലത്തെ ചെരുപ്പ്, പപ്പ പോലത്തെ പാൻറ്റ്, പപ്പ പോലത്തെ ബാഗ്. ആക്ച്വലി അവൻ ചേട്ടായില്ലാത്ത ഒരു ഒരു മിസ്സിങ് ഫീലിംഗ് നമുക്ക് തന്നതേ ഇല്ല. അവൻ ഭയങ്കര മെച്യൂർഡായിട്ട് അവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി അതിലും ഇതായിട്ട് അവന് ട്രെയിൻ സീറ്റ് നമ്പർ കണ്ടുപിടിച്ച് അവൻ പെർഫെക്റ്റായിട്ട് അവൻ്റെ സീറ്റ് കണ്ടുപിടിച്ചു എന്നുള്ളതും എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഞാനത് ടിക്കറ്റിൻ്റെ അല്ലെങ്കിൽ സീറ്റ് നമ്പർ പറഞ്ഞു എന്നല്ലാതെ ഇന്ന സ്ഥലത്താണെന്ന് ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. നദാൻകുട്ടൻ അത് കറക്റ്റായിട്ട് ഫൈൻഡ് ചെയ്തു. അവൻ വിൻഡോ സീറ്റ് ഇരുന്നു. ആക്ച്വലി നമുക്ക് വിൻഡോ സീറ്റ് അല്ലായിരുന്നു, മിഡിലും അപ്പറുമായിരുന്നു. അപ്പോൾ അവിടെ ആൾ വന്നപ്പം ആളെന്ത് ചെയ്തു, ആകെ ഒരു ഇത്തിരി വിഷമൊക്കെ ആയെങ്കിലും ഇത്രയും അടുപ്പിച്ചുള്ള ഈ യാത്രയും അല്ലെങ്കിൽ ഈ ക്ലൈമറ്റും അവനെ ഭയങ്കരമായിട്ട് ടയർഡാക്കിയിട്ടുണ്ടായിരുന്നു. അവൻ റെസ്റ്റൊക്കെ എടുത്തു. ഒരു 7 o'clock സംതിങ് നമ്മൾ എറണാകുളം റീച്ച് ചെയ്യുമെന്ന് നമുക്കറിയായിരുന്നു. പാസഞ്ചേഴ്സിനായിട്ട് സംസാരിച്ചു, കളിച്ചു. കുറേ കഴിഞ്ഞപ്പോൾ ആളുടെ ബാറ്ററി ഓട്ടോമാറ്റിക്കലി ഡ്രെയിൻ ഔട്ടായി തുടങ്ങി. ചെറിയ കുഞ്ഞു വഴക്കുകളും, എനിക്കിപ്പോൾ ഇറങ്ങണം, എനിക്ക് ഇന്നിടത്ത് ഇറങ്ങണം, അല്ലെങ്കിൽ എനിക്ക് ഇന്ന ഫുഡ് വേണം എന്നുള്ള ഡിമാൻഡ്സൊക്കെ തുടങ്ങി. ബട്ട് വാട്ട് എവർ ഇറ്റ് ഈസ് 2 days ഹീസ് സൂപ്പർ മാനേജബിൾ. അതാണ് കറക്റ്റ് ഹൈലൈറ്റ്. സൂപ്പർ മാനേജബിൾ ആയിരുന്നു. എന്താണേലും ഞങ്ങൾ ഈ 2 ദിവസം എൻ്റെ ഫസ്റ്റ് ഈ അഡ്വഞ്ചറസ് ട്രിപ്പ് നദാൻ ഭയങ്കര ഗ്രേറ്റ് മെമ്മറി ആയിട്ട് മാറ്റി തന്നു. അത് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയത് അതിനേക്കാൾ വലിയ സന്തോഷം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.